ഹലോ. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകാമെന്നറിയോ? നമ്മൾ കക്കാടംപൊയിൽ വരെ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വട്ടമല്ലേ കക്കാടംപൊയിൽ പോയതെന്ന്. അതെൻ്റെ കസിൻസിൻ്റെ കൂടെ, ഇതെൻ്റെ ഹർഷാൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ബാത്തു ഇടയിലുണ്ട് കേട്ടോ. ബാത്തു ഞങ്ങൾ ബൈക്കുമ്മലാണ് പോയത്. ആ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത്. 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞങ്ങളൊന്ന് കക്കാടംപൊയിൽ വരെ പോയിട്ട് വരാം. ഓക്കെ, പാത്തുമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഓക്കെ. മാരിവില്ലു താളിൽ കാലം നാൾ കുറിക്കയോ, പൊന്നുരച്ചു മിന്നൽ തീർത്തോ പ്രേമലേഖനം. ചന്ദനത്തിനാൽ വരക്കുറി അണിയുന്നു രാവുകൾ. ഓ നീ ചൂടും വൈഡൂര്യങ്ങൾ താരാജാലം, നീ മൂടും ചേലപ്പട്ടായി നീലാകാശം. കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശം ഭൂമി പോകുന്നേ. ഹലോ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കക്കാടംപൊയിൽ മൗണ്ട് വ്യൂ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. പാത്തുമ്മ വന്ന പാടെ തന്നെ ആ സോഫയിൽ അങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. നല്ല കളിയും ചിരിയൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഒന്ന് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയിട്ടോ. ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോഴത്തേനും നല്ല മഴ ചെയ്തു. അപ്പോൾ ചായ കുടിച്ച് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് പോന്നു. എന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തുമ്മാനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇരുത്തി. പാത്തുമ്മ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോഴൊക്കെ നല്ല രസമായിരുന്നു ആളെ കാണാൻ. ആളുണ്ടോ അതിലിരുന്നിട്ട് ആൾക്ക് നല്ല പേടിയുണ്ട്, പക്ഷേ ഇറങ്ങണമില്ല, അങ്ങനെ ഇരുന്നിട്ടാണ്. പിന്നെ ഊഞ്ഞാൽമേലൊക്കെ ആൾ പിന്നെ നല്ല ഇരിക്കൂട്ടോ. പിന്നെ അങ്ങോട്ട് വരൂല എടുത്താൽ. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും കോടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്വിമ്മിങ് പൂളിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് പാത്തൂനായിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 2-3 ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പാത്തുമ്മ നല്ല കളിയാണ് കേട്ടോ. ആകെ പിന്നെ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ അത് കയറൂല, അങ്ങനെയാണേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് പിന്നെ പാത്തൂരെ റൂമിൽ ഓരോ കലാപരിപാടിയാണ് ഇട്ടത്. അവിടെ ഇവിടെ ഒന്നും ഇരിക്കൂല കേട്ടോ ഒരു സ്ഥലത്ത്, അങ്ങനെയായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നമ്മൾ മുമ്പ് ഇതേപോലെ റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതേപോലെ നല്ല കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ലൊരു രസമുണ്ടായിരുന്നു റൂമൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ചായയും കുടിച്ച് നല്ല വ്യൂ ഒക്കെ കണ്ടങ്ങനെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ കിടന്നു. പാത്തുമ്മ അതിന് മുന്നേ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെ രാവിലെ നീച്ചിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. പിന്നെയും കോടയാണ്. കോട അടുത്ത് മെയിൻ ഇതാണ് കേട്ടോ. രാവിലെ നീച്ചപ്പോൾ എല്ലായിടത്തും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് കൂടിട്ടോ കോട. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോയി. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫ്രഷായി. നമ്മൾ അന്ന് തന്നെ വീട്ടിലേക്ക് പോരും, വേറെ സ്ഥലത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ. നമ്മൾ ഒരു ദിവസം ഇവിടെ തങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ ഒരു ദിവസം.
പിന്നെ നല്ല കോട ഇറങ്ങിട്ടോ, ഒന്നും കാണാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. പാത്തുമ്മാൻ്റെ മുഖം കണ്ടോ, നല്ല മുടിയൊക്കെ കണ്ട കാറ്റോണ്ട് നല്ല പാറുന്നുണ്ട് കേട്ടോ. ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ നേരെ ചായ കുടിക്കാൻ പോയി. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ഒരു ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു ചായ കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. അപ്പം മുട്ടയൊക്കെ ആയിരുന്നു കേട്ടോ, പുട്ടുമൊക്കെ ആയിരുന്നു ചായയൊക്കെ. ചായ കുടിച്ച് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ. പിന്നെയും കൂടിക്കോളാം ഇതന്നെ അവിടെ കാണാനുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പാത്തുമ്മ നല്ല ഹാപ്പിയായിരുന്നു. പാത്തുമ്മ അവിടെ ഓടിച്ചാടി കളിക്കായിരുന്നു കേട്ടോ, കുടിക്കാൻ കിട്ടില്ലായിരുന്നു. പിന്നെ മഴ പെയ്തിട്ടാണെങ്കിൽ അവിടെ നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പാത്തുവിനെ വല്ലാണ്ട് അത് ഇറക്കാൻ പറ്റൂല. എന്നാലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് നല്ല കളി കളിച്ച ആൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി ഫ്രഷായി മാറ്റി നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചത് കേട്ടോ. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്, വേറെ സ്ഥലത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഒരു ദിവസം അങ്ങനെ സ്റ്റേ ചെയ്യണം, അങ്ങനെ പോയതാണ്. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അവയ്ക്ക് വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങനെ പോയി. പിന്നെ ഇടയ്ക്ക് മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കരുതണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയൊക്കെ കുടിച്ച് പാത്തുമ്മ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ഫുഡൊന്നും ഒക്കെ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആളൊന്നും കഴിച്ചിട്ടില്ല. പോകുമ്പോഴത്തേന് ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവരുന്ന ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതാണ് അവൾ കഴിച്ചത്. അവിടുത്തെ ഫുഡൊന്നും അവൾ കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവൾക്കൊരു ബണ്ണ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അത് കുറച്ച് തിന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഫുഡും കഴിച്ച് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.